ഹായ്, എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 4 തരത്തിലുള്ള ലസ്സിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ആപ്പിൾ വെച്ചിട്ടുള്ള ലസ്സിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ആപ്പിൾ മുറിച്ച് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ തേനാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേനില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ തേൻ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലസ്സി ആപ്പിൾ ഹണി ലസ്സി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അവക്കാഡോ ലസ്സി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനൊരു വലിയ അവക്കാഡോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 സ്പൂൺ പഞ്ചസാര അവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അവക്കാഡോയുടെ പകുതി ചേർത്താൽ മതി, മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ തൈരിൻ്റെ കൂട്ടത്തിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലസ്സി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ലസ്സി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഈന്തപ്പഴം കുരുകളഞ്ഞെടുത്തതാണ്. അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് വലിയ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഈന്തപ്പഴം നന്നായിട്ട് അടിയില്ല. അതുകൊണ്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന മിക്സിയിലോട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരയ്ക്കുമ്പോൾ ആ മിക്സിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് തൈരാണ് എടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും അടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാതും ഈന്തപ്പഴം വെച്ചിട്ട് തന്നെ അടിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് മുഴുവൻ ഈന്തപ്പഴം അടിക്കാതെ കുറച്ച് ഇങ്ങനെ സ്വീറ്റ് ലസ്സി ചേർക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ട് ഉണ്ട്, പിസ്തയും പിന്നെ ബദാമും കൂടെ അരിഞ്ഞു വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലസ്സിയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ലസ്സിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടാങ്കാണ്. ഇപ്പോൾ ടാങ്കൊക്കെ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെള്ളം കലക്കി കൊടുക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ടാങ്ക് വെള്ളത്തിൽ കലക്കുന്നതിന് പകരം തൈരുമായിട്ട് ഇങ്ങനെ ചേർത്ത് കലക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. ഇത് ടാങ്ക് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് മനസ്സിലാകത്തുമില്ല. അപ്പോൾ നമ്മുടെ 4ാമത്തെ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞ കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ മഞ്ഞ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.